ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുവാണ്. വി ആർ ഹെഡിങ് ബാക്ക് ഹോം. അപ്പോൾ ഇപ്പോൾ 7 മണി 7:30 നമ്മളിന് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഏർലി മോർണിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് സ്കോട്ട്ലൻഡിൽ നിന്ന് ലീവ് ചെയ്ത് നമ്മളിപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോവുക. എത്ര ട്രാവൽ ടൈം ഉണ്ടെന്നറിയില്ല. സോ വി ആർ ഹെഡിങ് ദയർ ആൻഡ് ഇവൻച്വലി ടുനൈറ്റ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. വിൽ ബി കൺക്ലൂഡിങ് അവർ ട്രിപ്പ്. സോ യാ, ഷോർട്ട് ആൻഡ് സ്വീറ്റ് സ്റ്റേ അറ്റ് ഗ്ലാസ്ഗോ. ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല, 3 days ഇവിടെ ആയിരുന്നു സ്റ്റേ. ബട്ട് സ്റ്റിൽ ബാക്കി മൈൽ സ്റ്റോൺസുകളും ലൊക്കേഷൻസൊക്കെ പോകേണ്ടതുകൊണ്ട് സിറ്റിയിൽ അധികം പോകാൻ പറ്റിയില്ല. സോ യാ, ഇറ്റ്സ് എ നൈസ് സ്റ്റേ ഹിയർ ആൻഡ് എ നൈസ് പ്ലേസ്. അപ്പോൾ എല്ലാം ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വി വിൽ സൂൺ ബി ഹെഡിങ് ടു ലേക്ക് ഡിസ്ട്രിക്ട്. അപ്പോൾ നമ്മൾ ബൗണിസ് വിൻഡർമിയറിലെത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ടൈം ഇവിടെ ഉണ്ട്. വിൻഡർമിയർ സ്മോൾ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം. അപ്പോൾ ലിമിറ്റഡ് ടൈമാണ്. നമ്മളതിൽ പറ്റുന്ന പോലെ പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു ക്രൂസ് ഉണ്ട് ഇൻ ദ ഐറ്റിനറി. അപ്പോൾ ആ ക്രൂസിൻ്റെ ടൈം എത്തുന്നതിന് മുന്നേ തിരിച്ചെത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ലിഗേഷൻ. അപ്പം നല്ല വെതർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര തിരക്കാണ് ഇവിടെ ബോട്ട് ക്രൂസിന്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ടൂറിസ്റ്റിക് സ്പോട്ടായ ഒരു സ്ഥലമാണിത് വിൻഡർമിയർ. അവിടുത്തെ ഈ ലേക്കാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. വിക്ടോറിയൻ ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. ഒരു പ്രറ്റി നൈസ് വില്ലേജാണ് മലഞ്ചെരുവിലുള്ള. സോ യാ, സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ടുകളും ഉണ്ട്. നമുക്ക് റെൻ്റ് ചെയ്യാം, എന്നിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാം. അങ്ങനത്തെ ബോട്ടുകളും ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ്. മൈക്കൽ, എടാ ഫുട്പാത്തിലാണോ ഇതിങ്ങനെ ഇരുന്ന് വരച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നേ, എണീറ്റേ, ഉടോ അരെ ബായ്, ഉടോണ്ടാ ബായ്. പഴയ കല്ല്, മലയിൽ നിന്നുള്ള കല്ല് അറേഞ്ച് ചെയ്തുണ്ടാക്കിയ ബിൽഡിങ്സൊക്കെ ഉണ്ട്. പണ്ടുള്ള കൺസ്ട്രക്ഷൻസ് അങ്ങനെയായിരുന്നു. അങ്ങനത്തെ കുറേ ഓൾഡ് ബിൽഡിങ്സ് ഉണ്ട്. വിച്ച് ടെൽസ് മീ ദാറ്റ് ഈ വില്ലേജ് പണ്ട് പുരാതന കാലം മുതൽക്കേ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. ആൾക്കാരിവിടെ വരാറുണ്ടായിരുന്നു എന്നുള്ളത്. സോ വി ആർ വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്. ചെറിയ ചെറിയ കടകൾ എല്ലാമുണ്ട്. ഞാനപ്പോഴേ പറഞ്ഞ പോലെ മലഞ്ചെരിവായതുകൊണ്ട് ഊട്ടിയിലെയൊക്കെ പോലെ കടകളാണിങ്ങനെ. പിന്നെ സാധാരണ ഇതിൽ പറയാറുള്ള പോലെ ഒരു ചർച്ചും ഉണ്ട്. ഇതൊരു കോമൺ പാറ്റേൺ ആണ് അക്രോസ് ഓൾ ടൗൺസ്. പിന്നെ പഴയ പബ്ബുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ആർട്ടിസാൻ ബേക്കറിയാണ്. നല്ല മഴക്കാർ കയറുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രശ്നം. കുറച്ച് നേരം സൺലൈറ്റാണ്, പിന്നെ ഉടനെ മഴയായിരിക്കും. ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കടകളുണ്ട്, കുഞ്ഞു സാധനങ്ങളും ഒക്കെ ആയിട്ട്.
നൈസ് കോസി വില്ലേജ്. മരൻ ഒരു റീറ്റെയിൽ തെറാപ്പിക്ക് കയറി. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് തെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഷൂരില് ആര് ലൈക്കിങ് വിൻഡർമിയർ പോകാൻ ഇഷ്ടപ്പെട്ടോ? ഓ എൻ്റെ കർത്താവേ, വിൻഡർമിയറിലൂടെ നടക്കുവാണ്. അപ്പോൾ നടക്കുമല്ല, എൻ്റെ കുടുംബത്തെ കയറിയിരിക്കുകയാണ് ഗൈസ്. യോ അപ്പോൾ കുട്ടാ നീ സഹകരിച്ചാലേ പറ്റൂ. അപ്പോൾ കുട്ടാ മൈക്ക് സ്കൾപ്ചേഴ്സിന് വേണ്ടിയുള്ള കട കണ്ടു. ഒരു ലോക്കൽ ആർട്ടിസ്റ്റിൻ്റെ കടയാന്ന് തോന്നുന്നു. വിച്ച് ഇസ് നൈസ്. ഓ ഗൈസ്, മഴ പെയ്തു. മഴ നോക്കുകയാണ് ഗൈസ്, വേറെ വഴിയില്ല. റമ്മിൻ്റെ ചെറിയ കടകളാന്ന് തോന്നുന്നു. വോഡ്ക, നൈസ് കടകളൊക്കെ ഉണ്ട്, തുണി കടകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കലി സോഴ്സ്ഡ് ആയിരിക്കും, എന്നാലും സെറ്റപ്പായിട്ടുണ്ടല്ലോ. മൈക്കൽ, ഓ ഗൈസ്, ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസം നല്ല വെതറും നല്ല വെയിലും ആയിരുന്നുകൊണ്ട് കുട എടുത്ത് പെട്ടിക്കകത്ത് വെച്ചു. ഇനി ആവശ്യം വരികയില്ലായിരിക്കും എന്ന് ഓർത്ത്. അൺഫോർച്ചുനേറ്റ്ലി വെച്ച അന്ന് തന്നെ മഴ പെയ്ത് ഗൈസ്. ഒന്നോ ഗൈസ്. അപ്പോൾ നമ്മളിനി പയ്യെ താഴോട്ട് നടക്കുകയാണ്. മഴ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നടന്നു പോയാൽ സിങ്കോണ്ടറയോ, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ടുള്ള താഴോട്ട് പോകുന്നു. നൈസ് പബ്ബാണിത്. നേരെ കാണുന്നതാണ് ലേക്ക്. ടുഡേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാണ്. ഇതൊരു സ്ഥിരം ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഇടയ്ക്ക് മഴ വരും. ഇതൊരു നൈസ് കടയാണ്. സൈഡ് വലിവുണ്ട്. സൈഡ് വലിവില്ല, കയറുന്നില്ല. ഐക്കിങ് കഴിക്കണോ അപ്പോൾ കൂട്ടൻ? വിൻഡർമിയർ സ്പെഷ്യൽ ഐസ്ക്രീം മേടിച്ച് ഞങ്ങൾ നീ പയ്യെ ക്രൂസൊക്കെ കയറാൻ പോവാണ് ഗൈസ്. നല്ല ഐസ്ക്രീമാണ്, വിൻഡർമിയർ സ്പെഷ്യൽ ഐസ്ക്രീം. മാംഗോ ഫ്ലേവറും ഹേസൽനട്ട് ചോക്ലേറ്റും. മൈക്കിളിന് വേണോ? She's chasing skies I've never made. ഗൈസ്, നല്ല മഴ പെയ്തു. നമ്മൾ ക്രൂസിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ സൂൺ വിൽ ബി ഗോയിങ് ഹെഡിങ് ടു അടുത്ത പ്ലേസ്. ആ സ്ഥലത്ത് ചെന്നിട്ടാണ് നമ്മൾ അവിടുന്ന് ബസ് കയറുന്നത്. അവിടെ ചെന്നിട്ട് എന്തോ സ്റ്റീം എഞ്ചിൻ സർവീസോ അങ്ങനെ എന്തോ പരിപാടികളോടെ ഉണ്ട്. അതൊക്കെ ആ സ്ഥലത്തോട്ടാണ് നോക്കുന്നത്. If I don't ask your name today, I may never. അപ്പോൾ നമ്മൾ കയറാൻ വന്നപ്പോഴത്തേന് വീണ്ടും പൊരിഞ്ഞ മഴ പെയ്തു. ഫുള്ള് നിറഞ്ഞു ഗൈസ്. A tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep. I sip my coffee, miss my cue.
still anchored by my fear. But time rolls on like open roads, and soon she won't be here. Oh, ഗൈസ് അവിടെ കുറച്ച് ആൾക്കാർ ടെൻഡ് ചെയ്യുന്നുണ്ട്. you carry ആ സ്പോട്ടിൽ പോയി ടെൻഡ് ചെയ്താൽ നല്ല സ്ട്രീറ്റ്. പിന്നെ കുറച്ച് പേര് ഈ ഓട്ടോ ബോട്ടോ ഒക്കെ ആയിട്ട് ഇവിടെ വന്നു സ്റ്റേ ചെയ്യുന്നുണ്ട്. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in അപ്പോൾ Madrid, ഇതായിരുന്നു നമ്മുടെ ക്രൂസിൻ്റെ ഉൾവശം. mountain നമ്മളിതിൻ്റെ അപ്പർ ഡെക്കിലാണ് I'll ഇരുന്നത്. see you turn ജസ്റ്റ് നൈസ്. and I'll be brave. But what ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് ഫെറി ഇറങ്ങി, പക്ഷേ ക്രൂസ് ഇറങ്ങി. ഇനി നമ്മൾ സ്റ്റീം എഞ്ചിൻ കയറാൻ പോവാണ് ഗൈസ്. ഇതാണ് സ്റ്റീം എഞ്ചിൻ, ഇതാണ് പഴയ സ്റ്റേഷൻ. സോ വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ സ്റ്റേഷൻ. if I don't take that step today? അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ. നമ്മളിപ്പോൾ ഇത് ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ പഴയ സ്റ്റീം എഞ്ചിനുള്ള ടു ഓൾഡ് എഞ്ചിനാണ്, സ്റ്റീം എഞ്ചിനാണ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം സ്റ്റീം എഞ്ചിൻ എങ്ങനെ ഉണ്ടെന്ന്. എഞ്ചിൻ കാണാൻ പറ്റിയില്ല, ലിറ്റിൽ ബിറ്റ് ലേറ്റ്. ഹോപ്പ്ഫുള്ളി ഇറങ്ങുമ്പം നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റീം എഞ്ചിൻ എടുത്തു. മൈക്കിൾ എവിടെ ഇരിക്കുന്നേ? നമ്മൾ കോൺവോള് പോയപ്പോൾ ഇരുന്ന പോലെ ഇരിക്കുവാണോ ടേബിളെ? ഇത് മൈക്കിൾ? She's chasing skies I've never named while I stay in my lane. There's something in the way she moves, keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ടണലിലൂടെ പോവാണ്. the chance to walk beside you. ടണലിലൂടെ നമ്മൾ സ്റ്റേഷനിലോട്ട് കയറും. എഞ്ചിനും She hums a tune I've never heard in languages I can't speak. She writes choo-choo train, steam engine, British Railways. Wow, we are approaching the station. Oh, ഇത് ഹാരി പോട്ടറിലെ സ്റ്റേഷൻ പോലെ ഉണ്ടല്ലോ. നൈസ്, വെരി നൈസ്. അപ്പോൾ ട്രെയിൻ റൈഡ് കഴിഞ്ഞു. ഇതിപ്പം ഈ സ്റ്റേഷനിലെ ഒരു ഐക്കോണിക് പാലമാണ്. ഇനി ട്രെയിൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആയിരുന്നു നമ്മളെ ട്രെയിൻ വലിച്ചുകൊണ്ട് പോയ ചുച്ചുവണ്ടി കണ്ടോ? ചുച്ചുവണ്ടി കണ്ടോ? ചുച്ചുവണ്ടി കണ്ടോ? അപ്പോൾ നമ്മൾ ഈ റെയിൽ ബ്രിഡ്ജ് കയറി
സ്റ്റീം എഞ്ചിൻ വെള്ളി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൽക്കരി കത്തുന്ന പുക. സ്റ്റീം എഞ്ചിൻ കണ്ടോ കൂട്ടാൻ? ഇവിടെ റെയിൽവേ സിഗ്നലും വേറെ എഞ്ചിനും കൂടാതെ കൽക്കരിയും കിടപ്പുണ്ട്. നമ്മളിവിടെ അധികം നേരം നിന്നാൽ മിക്കവാറും പുകഞ്ഞു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പഴയ ഗിഫ്റ്റ് ഷോപ്പും പഴയ യൂസ് ചെയ്തിരുന്ന ട്രങ്ക്സ് ഒക്കെ ഉണ്ട്. ബാരൽസ്. യൂഷ്വൽ ഗിഫ്റ്റ് ഷോപ്പിൽ നിൽക്കുന്നു. അങ്ങനെ ട്രെയിൻ യാത്രയും ക്രൂസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ പോയി. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിയർലി ഒരു 4 hours യാത്ര, 3 hours യാത്രയുണ്ട് ടു ലണ്ടൻ. അപ്പോൾ ഇടയ്ക്ക് പിറ്റ് സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ലണ്ടനിലെത്തിയപ്പോൾ ടു ലേറ്റ് ആയി. അതുകൊണ്ട് ക്ലോസിങ് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഏതായാലും സ്കോട്ട്ലൻഡ് നല്ലൊരു ട്രിപ്പായിരുന്നു. 4 days ട്രിപ്പ്. 4 days നല്ല സ്പോട്ടുകളിലൊക്കെ പോകാൻ പറ്റി. നല്ല മെമ്മറീസ് ഉണ്ടാക്കി. എസ്പെഷ്യലി ഹൈലാൻഡ്സ് കുറെ കൂടെ സ്ഥലങ്ങളിലുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും നമ്മൾ വീണ്ടും ഒരിക്കലെങ്കിലും പോകുന്നതായിരിക്കും ഹൈലാൻഡ്സ് കാണാൻ. എനിവേസ് ഇനിയും പുതിയൊരു യാത്രയായിട്ട് വരുന്നിടം വരേക്കും ടേക്ക് കെയർ ഗൈസ്. ബൈ ബൈ.